Hi, my dear students. Welcome back to our mathematics class. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൈന്, കോസ്, ടാന് തുടങ്ങിയ ട്രിഗണോമെട്രിക് റേഷ്യോസിനെ കുറിച്ചും ആ റേഷ്യോസ് ഉപയോഗിച്ച് ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഒരു സൈഡും ഒരു അക്യൂട്ട് ആംഗിളും കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള സൈഡ്സ് കണ്ടുപിടിക്കുന്നത് അതിൻ്റെ അപ്ലിക്കേഷനായിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് ചെയ്ത് പഠിച്ചത് അല്ലേ. അപ്പോൾ ആ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ എല്ലാവരും നല്ലപോലെ മനസ്സിലാക്കിയിട്ടുണ്ടാവും, ചെയ്ത് പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് ഇതേപോലെ തന്നെ സൈനിൻ്റെയും കോസിൻ്റെ ഒക്കെ ഈ ടാൻ്റെ ഒക്കെ അപ്ലിക്കേഷൻ വരുന്ന വേറെ ഒന്ന് രണ്ട് മേഖലകളാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ നമ്മളെ ഇതിൻ്റെ സൈഡ് ഹെഡിങ് ട്രയാങ്കിൾ ആൻഡ് സർക്കിളാണ്. അതായാലോ എന്താണെന്നുള്ളത് എല്ലാവരും ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ, അങ്ങനെ ഒരു ട്രയാങ്കിൾ ഉണ്ടോ, ഒരു നോർമൽ ട്രയാങ്കിൾ, റൈറ്റ് ട്രയാങ്കിൾ ഒന്നല്ല, ഒരു സാധാരണ ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിൻ്റെ പേര് ABC ആണെന്ന് വിചാരിച്ചോളൂ. ABC ആണെന്ന് വിചാരിക്കണോ? ABC ആണ്. ഈ ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൻ്റെ ലെങ്ത്തും ഏതെങ്കിലും ഒരു സൈഡിൻ്റെ ലെങ്ത്തും ഈ സൈഡിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട്, ഏത് സൈഡിൻ്റെ ലെങ്ത് ആണോ തന്നിട്ടുള്ളത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ആംഗിളും, ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിളിൻ്റെ മെഷറും കിട്ടിക്കഴിഞ്ഞാൽ ഈ ട്രയാങ്കിളിൻ്റെ സർക്കിളിൻ്റെ റേഡിയസ് അല്ലെങ്കിൽ ഡയമീറ്റർ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ശരിക്കും മനസ്സിലാക്കുക. ഒരു ട്രയാങ്കിൾ ഉണ്ട്, ഒരു നോർമൽ ട്രയാങ്കിൾ ഉണ്ട്. ഈ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് ഒരു 8 സെൻറ്റിമീറ്റർ ആണ് വിചാരിക്കുക. ഒരു സൈഡിൻ്റെ ലെങ്ത് 8 ആണ് വിചാരിക്കുക. ഉണ്ടോ? ഈ സൈഡിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ, ഏത് സൈഡിൻ്റെ ലെങ്ത് ആണോ തരുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആണോ, ഓപ്പോസിറ്റ് ആംഗിൾ, ഈ ആംഗിൾ ഒരു 50 ഡിഗ്രി ആണെന്ന് വിചാരിച്ചോളൂ. കേട്ടോ, അങ്ങനെ. അപ്പോൾ ഒരു സൈഡിൻ്റെ ലെങ്ത്തും ഏത് സൈഡായാലും കുഴപ്പം, ഈ സൈഡാണെങ്കിൽ ഈ ആംഗിൾ തരണം, ഈ സൈഡാണെങ്കിൽ ഈ ആംഗിൾ തരണം. അങ്ങനെ അപ്പോൾ ഏതെങ്കിലും ഒരു സൈഡിൻ്റെ ലെങ്ത്തും അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളിൻ്റെ മെഷറും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ട്രയാങ്കിളിൻ്റെ സർക്കിൾ. എന്താ സർക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ 9th പഠിച്ചാണല്ലേ. ഈ ട്രയാങ്കിളിൻ്റെ 3 വെർട്ടിസസിലൂടെ പാസ് ചെയ്യണ, അങ്ങനെ 3 വെർട്ടിസസിലൂടെ പാസ് ചെയ്യണ സർക്കിൾ. അപ്പോൾ അങ്ങനെ നമുക്ക് സർക്കിളും കൂടി ഇതിൽ വരയ്ക്കാണോ. ഇതാണ് സർക്കിൾ ഉണ്ടോ. ഇങ്ങനെ വരയ്ക്കണ സർക്കിളിനാണ് സർക്കിൾ എന്ന് പറയാം. ഈ സർക്കിളിൻ്റെ സെൻറ്റർ ഇവിടെ നമുക്ക് സെൻറ്റർ ഓൺ ചെയ്തിട്ടുണ്ടോ ഉണ്ടോ. ഈ സർക്കിളിൻ്റെ ഡയമീറ്റർ അല്ലെങ്കിൽ റേഡിയസ്, ഡയമീറ്റർ ആയാലും റേഡിയസ്, ഇത് നമുക്ക് എങ്ങനെ കാണാം എന്നുള്ളതാണ് പഠിക്കാനുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് തന്നിട്ടുണ്ടാവുക? ഒരു ട്രയാങ്കിൾ, ആ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡും ആ സൈഡിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളിൻ്റെ മെഷറും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഈ ട്രയാങ്കിളിൻ്റെ സർക്കിളിൻ്റെ ഡയമീറ്റർ, അതിനാണ് നമ്മൾ ഡയമീറ്റർ എന്ന് പറയുന്നത്. സർക്കിളിന്റെ ഡയമീറ്റർ എന്ന് പറയേണ്ട ആവശ്യമില്ല, ഡയമീറ്റർ അല്ലെങ്കിൽ റേഡിയസ് ആണെങ്കിൽ റേഡിയസ് എന്ന് പറഞ്ഞാൽ മതി. അത് എന്തിൻ്റെയാണ്? ഒരു ട്രയാങ്കിളിന്റെ ഡയമീറ്റർ അല്ലെങ്കിൽ ട്രയാങ്കിളിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ അതിന് സർക്കിൾ വരച്ചാൽ ആ സർക്കിളിന്റെ റേഡിയസ് അല്ലെങ്കിൽ ഡയമീറ്റർ ആണ് ഉദ്ദേശിക്കുന്നത്. പറഞ്ഞു മനസ്സിലായാലോ? അപ്പോൾ നമുക്ക് എന്തിനാണ് ഈ ട്രയാങ്കിളിന്റെ ഡയമീറ്റർ എത്രയെന്നുള്ളത് കണ്ടുപിടിക്കണം. മനസ്സിലായാലോ? അതിന് നമുക്ക് ഈ ട്രിഗണോമെട്രിയിലെ സൈന്, കോസ്, ടാൻ എന്ന് പറഞ്ഞ ഈ കൺസെപ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. എന്താ ചെയ്യേണ്ടത് ഇവിടെ നോക്കാം. അത് നമുക്ക് സൈനും കോസും ടാനൊക്കെ ഉപയോഗിക്കണമെങ്കിൽ ഈ ട്രയാങ്കിളിൽ എന്ത് വേണം? ഇതിൽ എന്ത് വേണം? റൈറ്റ് ട്രയാങ്കിൾ വേണമല്ലോ. ഇപ്പോൾ ഇവിടെ നമുക്ക് റൈറ്റ് ട്രയാങ്കിൾ ഇല്ലല്ലോ. അപ്പോൾ ഞാൻ ഈ ഫിഗറിൽ എന്ത് ചെയ്യണേ? ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ടാക്കാൻ പോകണം. ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് ശരിക്കും ശ്രദ്ധിക്കുക. ഞാൻ ഈ സർക്കിൾ, ഈ എയിൽ നിന്ന് സർക്കിളിൻ്റെ സെൻറ്ററായ ഓയിലൂടെ എന്ത് ചെയ്യണേ? ഒരു ഡയമീറ്റർ വരയ്ക്കും. ഞാൻ ഡയമീറ്റർ വരയ്ക്കാം. ഉണ്ടോ, ഇതാണ് ഇത്, ഒരു ഡയമീറ്റർ വരച്ചു. ഈ പോയിന്റ് ഡി ആണെന്ന് വിചാരിച്ചോളൂ. ഉണ്ടോ, ഈ AD എന്ന് പറഞ്ഞ സാധനം എന്താണ്? ഒരു ഡയമീറ്റർ ആണ്. ആണോ. ഇനി ഞാൻ ഉദ്ദേശിച്ചാൽ ഈ ഡയമീറ്റർ ഈ സർക്കിൾ D എന്ന് പറഞ്ഞ പോയിന്റിൽ വന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഈ പോയിന്റും കൂടി ജോയിൻ ചെയ്ത് BD ഇട്ട് ജോയിൻ ചെയ്ത് ഈ ലൈൻ വരച്ചിട്ടുണ്ടാവും. ഇപ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടിയോ? ഏതാ ട്രയാങ്കിൾ ADB അല്ലെങ്കിൽ ട്രയാങ്കിൾ ABD എന്ന് പറഞ്ഞൊരു ട്രയാങ്കിൾ കിട്ടിയോ? ഈ ട്രയാങ്കിൾ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഈ ABD എന്ന് പറയുന്ന ട്രയാങ്കിളിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? നിങ്ങൾ പറയും, എന്താ പ്രത്യേകത ഉള്ളത്? പ്രത്യേകത ഉണ്ട്. ഈ AD എന്ന് പറഞ്ഞ ഈ സംഭവം ഡയമീറ്റർ ആയതുകൊണ്ട് ഈ ഇത്രയും ഭാഗം എന്താണ്? സെമി സർക്കിൾ ആണ്, ശരിയല്ലേ? അപ്പോൾ അവിടെ ആ സെമി സർക്കിളിൽ ഒരു പോയിന്റ് ആണ് B എന്ന് പറഞ്ഞ പോയിന്റ്. ഇപ്പോൾ ഈ Aയിൽ നിന്ന് അപ്പോൾ ഈ ഡയമീറ്റർ അതിലുണ്ടാക്കുന്ന ഈ ആംഗിളാണ്. ഈ ആംഗിൾ എന്തായിരിക്കും? ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ ഓൺ സെമി സർക്കിൾ നമ്മൾ ഏതിൽ പഠിച്ചാണ്? സർക്കിൾസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്, ശരിയല്ലേ? അപ്പോൾ ഈ ചാപ്റ്റർ ഈ ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും.
അപ്പോൾ ഈ സാധനം ഈ എ ഡി എന്ന് പറഞ്ഞ സാധനം ഡയമീറ്റർ ആയതുകൊണ്ട് ഈ എ ബി ഡി എന്ന് പറയുന്നത് അത്രയും ഇതെന്താണ്, ഇത് സെമി സർക്കിളാണ്. ആ സെമി സർക്കിളിലുള്ള ആംഗിളാണ് ഈ ആംഗിൾ എന്നുള്ളത്. ഈ ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ട്രയാങ്കിൾ എ ബി ഡി എന്ന് പറഞ്ഞ ഈ ട്രയാങ്കിൾ എന്ത് ആംഗിൾ ആയിരിക്കും? എന്ത് ട്രയാങ്കിൾ ആയിരിക്കും? ഒരു റൈറ്റ് ട്രയാങ്കിൾ ആയിരിക്കും. ശരിയാണല്ലോ? ശരിയാണ്. അപ്പോൾ നമുക്കൊന്ന് കിട്ടി ട്രയാങ്കിൾ എ ബി ഡി എന്ന് പറഞ്ഞ സാധനം എന്താണ്? ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് കിട്ടി. ഓക്കെ. ഇനി ഈ ട്രയാങ്കിളിന്റെ ഇപ്പോൾ നമ്മൾ വരച്ച ഈ എ ബി ഡി എന്ന് പറഞ്ഞ ട്രയാങ്കിളിന്റെ ഏതെങ്കിലും ആംഗിൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഏതെങ്കിലും ആംഗിൾസ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾ പറയും. ഈ ഫിഗർ നോക്കിയിട്ട് ഇതിലുള്ള ഈ ആംഗിളോ അല്ലെങ്കിൽ ഈ ആംഗിൾ നമ്മൾ 90 പറയല്ലേ, ഈ ആംഗിൾ രണ്ട് അക്യൂട്ട് ആംഗിൾ ഉള്ളതില്ലേ, ഈ ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, ഇവിടെ ഒരു ആംഗിൾ, ഇതിൽ ഏതെങ്കിലും ഒരു ആംഗിൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നോക്കൂ. ഇവിടെ ശ്രദ്ധിക്കുക, ഈ ഇങ്ങനെ കാണണം, ഇതിങ്ങനെ കാണുന്നത് ഇതൊരു ആർക്കല്ലേ, ഈ ആർക്കിലുള്ള ഒരു ആംഗിൾ ആണല്ലോ ഈ ആംഗിൾ. കണ്ടോ ഈ ആംഗിൾ? ശരിയല്ലേ? ആ സെയിം ആർക്കിലുള്ള വേറൊരു ആംഗിൾ അല്ലേ ഏതാ? ഈ ആംഗിൾ. ഇതാണ് ആർക്ക്, ഇത്രയാണ് ആർക്ക്. ആ ആർക്കിലുള്ള ഒരു ആംഗിളാണ് ഈ ആംഗിൾ. അതേ ആർക്കിലുള്ള വേറൊരു ആംഗിളാണ് ഈ ആംഗിൾ. ശരിയല്ലേ? അപ്പൊ ഈ ആംഗിൾ 50 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിളും എന്ത് വരും? ഈ ആംഗിൾ എന്ത് വരും? 50 ഡിഗ്രി വരും. ശരിയാണോ? ശരിയാണ്. അതായത് ആംഗിൾ ഡി എന്ന് പറഞ്ഞാൽ ഇതിന്റെ മെഷർ എന്തിന് ഈക്വൽ ആയിരിക്കും? ആംഗിൾ സിക്ക് ഈക്വൽ ആയിരിക്കും. അത് എന്ത് വരും? 50 ഡിഗ്രി വരും. എന്താ കാരണം? ആംഗിൾസ് ഓൺ സെയിം ആർക്കമാണ്. സെയിം ആർക്കിലുള്ള എല്ലാ ആംഗിൾസും എന്താണ്? ഈക്വൽ ആണ്. ശരിയല്ലേ? അപ്പൊ ഈ ആംഗിൾ എന്തായി? 50 ഡിഗ്രി ആയി. ശരിയാണല്ലോ? ഇനി ഇവിടെ നോക്കൂ, ഇനി ഇപ്പൊ ഈ റൈറ്റ് ട്രയാങ്കിൾ നമുക്ക് ഇനി ട്രിഗണോമെട്രി അപ്ലൈ ചെയ്യാം. ഈ ട്രയാങ്കിളിൽ എ ബി ഡി എന്ന് പറഞ്ഞ ഈ ട്രയാങ്കിൾ നമുക്ക് ട്രിഗണോമെട്രി അപ്ലൈ ചെയ്യാം. ഇതിൽ നമുക്ക് എന്താ, നമുക്ക് ഈ സർക്കിളിന്റെ ഡയമീറ്റർ ആണല്ലോ കാണേണ്ടത്. ഈ സർക്കിളിന്റെ ഡയമീറ്റർ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്? ഈ സർക്കിളിന്റെ ഈ ഡയമീറ്റർ ആയ എ ഡി വരച്ചത്. അതെ. അപ്പൊ എ ഡിന്റെ ലെങ്ത് കാണാൻ ഇവിടെ നോക്കാം. ഈ ട്രയാങ്കിൾ എ ബി ഡി എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ട്ന്യൂസ് ആണെന്ത്? ഈ എ ഡി എന്ന് പറയുന്ന ഡയമീറ്റർ. ശരിയാണോ? അതിന്റെ ഏതെങ്കിലും ലെങ്ത് നമുക്ക് അറിയോ? അറിയാം അല്ലേ? അപ്പൊ ഈ എ ബി എന്ന് പറയുന്ന ഈ സൈഡിന്റെ ലെങ്ത് നമുക്കറിയാം 8 സെന്റിമീറ്റർ. ഒരു അക്യൂട്ട് ആംഗിൾ അറിയോ? ഒരു അക്യൂട്ട് ആംഗിൾ നമുക്കറിയാം എത്ര? 50 ഡിഗ്രി. കണ്ടോ? ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിൾ നോക്കുക. ഈ ട്രയാങ്കിളിൽ നിന്ന് ഒരു സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു സൈഡ് നമുക്കറിയാം, ഒരു ആംഗിളും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? അതിന്റെ മറ്റൊരു സൈഡായി എ ഡി കണ്ടുപിടിക്കാം അല്ലേ? അപ്പൊ നോക്കുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം നിങ്ങൾ പറയും. ഈ ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നോക്കുക, ഇതാണ് ആംഗിൾ. ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡിന്റെ ലെങ്ത് ആണ് തന്നിട്ടുണ്ട്. കണ്ടോ? ഓപ്പോസിറ്റ് സൈഡിന്റെ ലെങ്ത് ആണ് തന്നിട്ടുണ്ട്. അതാണ് 8 സെന്റിമീറ്റർ. കണ്ടോ? ഇതാണ് 8 സെന്റിമീറ്റർ. ശരിയല്ലേ? ഇനി എന്താണുള്ളത്? ഈ ഹൈപ്പോട്ട്ന്യൂസിന്റെ ലെങ്ത് ആയ ഈ എ ഡിന്റെ ലെങ്ത് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്. ശരിയല്ലേ? തന്നിട്ടുണ്ട്. ഹൈപ്പോട്ട്ന്യൂസിന്റെ ലെങ്ത് എന്ത് ചെയ്യണം? നമുക്ക് കണ്ടുപിടിക്കണം. ശരിയല്ലേ? അത് രണ്ടും കൂടി വരുന്ന റേഷ്യോ ഏതാണ്? സൈൻ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൻ പറ്റും? സൈൻ എന്ന് എഴുതാൻ പറ്റും. ആംഗിൾ എത്രയാണ്? 50 ഡിഗ്രി. അപ്പോൾ സൈൻ 50 ഡിഗ്രി ഇസ് ഈക്വൽ ടു, ശരിയല്ലേ? സൈൻ 50 ഡിഗ്രി ഇസ് ഈക്വൽ ടു എന്താ വരിക? ഞങ്ങൾ പറയും സൈൻ 50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ, അതായത് എ ബി, ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ എന്ത് വരും? ഹൈപ്പോട്ടിസ് ആണ് എന്താ പറയുക? എ ഡി എന്ന് വരും. വരും. ശരിയല്ലേ? എങ്ങനെ നമ്മൾ എ ഡിന്റെ മെഷർ കാണാം? എ ഡിന്റെ ലെങ്ത് എങ്ങനെ കാണാം? എ ഡിന്റെ ലെങ്ത് ആണ് എ ഡി എന്നുള്ളത് ഇവിടെ എഴുതണം. സൈൻ 50 ഇങ്ങോട്ട് കൊണ്ടുപോകണം അല്ലേ? അപ്പൊ എ ഡി ഇസ് ഈക്വൽ ടു എന്താ വരിക? എ ഡി ഇസ് ഈക്വൽ ടു എ ബി ഡിവൈഡ് ബൈ എന്ത് വരും? സൈൻ 50 ഡിഗ്രി എന്ന് വരും. ശരിയല്ലേ? ഇവിടെ നോക്കൂ, ഇത് എന്താണ്? ഈ എ ഡി എന്താ? എ ഡി എന്ന് പറയുന്നത് ഈ സർക്കിളിന്റെ ഡയമീറ്റർ ആണോ? ഈ സർക്കിളിന്റെ ഡയമീറ്റർ ആണ് എ ഡി. ശരിയാണല്ലോ? എ ബി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നേരത്തെ ട്രയാങ്കിളിലേക്ക് പോകും. നേരത്തെ ട്രയാങ്കിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ട്രയാങ്കിളിന്റെ ഒരു സൈഡിന്റെ ലെങ്ത് ആണെന്ത്? എ ബി. ആണോ? ഒരു സൈഡിന്റെ ലെങ്ത് ആണ് എ ബി. ശരിയല്ലേ? ഈ എ ബി എന്ന് പറയുന്ന സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആണ് ഈ 50 ഡിഗ്രി. ആ 50 ഡിഗ്രിയാണ് ഇവിടെ വന്നത്. ആണോ? അപ്പൊ ആ ഓപ്പോസിറ്റ് ആംഗിളിന്റെ മെഷർ ആണെന്ത്? 50 ഡിഗ്രി. അപ്പോൾ ആ സൈഡിന്റെ ലെങ്തിനെ, ഒരു ട്രയാങ്കിളിലുള്ള ഒരു സൈഡിന്റെ ലെങ്തിനെ ശരിക്കും ശ്രദ്ധിക്കുക. സൈഡിന്റെ ലെങ്തിനെ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിളിന്റെ മെഷർ എത്രയാണെന്നാണ് അതിന്റെ സൈൻ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് ആ സർക്കിളിന്റെ ഡയമീറ്റർ കിട്ടും. എ ഡി കിട്ടും. ഈ എ ഡി എന്ന് പറയുന്നത് ഈ സർക്കിളിന്റെ ഡയമീറ്റർ ആണ്. അപ്പൊ ഈ ട്രയാങ്കിൾ ഈ സൈഡിന്റെ ലെങ്തിനെ ഇതിന്റെ ഓപ്പോസിറ്റ്, ഈ ആംഗിൾ സെയിം ആണ് കേട്ടോ. അപ്പൊ ഈ ആംഗിൾ വേറെ ഇത് പറഞ്ഞാൽ മെഷർ സെയിം ആയതുകൊണ്ട് അപ്പൊ ഈ സൈഡിന് എന്ത് ചെയ്താൽ മതി? ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിളിന്റെ സൈൻ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആ സർക്കിളിന്റെ എന്ത് കിട്ടും? ആ സർക്കിളിന്റെ ഡയമീറ്റർ കിട്ടും. എ ഡി ഈസ് ഈക്വൽ ടു എ ബി ബൈ സൈൻ 50 ഇങ്ങനെ കിട്ടും. കേട്ടോ? ഇവിടെ നമ്മൾ 50 എന്നുള്ളതിന് പകരം ഇത് 50 ആണ്. ഈ ഡി എന്ന് കൊടുത്താൽ അതിന് പകരം ഡിന്നോ അല്ലെങ്കിൽ സിന്നോ കൊടുക്കാം. അപ്പൊ ഡിയും സിയും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ സൈൻ സി ഇങ്ങനെ ഇരിക്കൂടെ? സൈൻ സി. ഇവിടെ സൈൻ 50 നമ്മൾ കൊടുക്കണ്ട, സൈൻ സി എന്ന് എഴുതാം. കാരണം ഡിയും സിയും ഈക്വൽ ആണ്. അപ്പൊ ഡിക്ക് വരാം സിന്നോ, സിക്ക് വരാം ഡി എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? മാറ്റി കൊടുക്കാൻ പറ്റും. അപ്പൊ എ ബി ബൈ സൈൻ സി എന്ന് പറയുന്നത് അർത്ഥം, എ ബി ബൈ സൈൻ സി എന്ന് പറയാം. എ ബി എന്ന് പറഞ്ഞാൽ ട്രയാങ്കിളിന്റെ ഒരു സൈഡാണ്. സി എന്ന് പറയുന്നതാണ് എ ബി സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആണ് സി. കേട്ടോ? ഓപ്പോസിറ്റ് ആംഗിൾ ആണ് സി.
അപ്പോൾ ഏതെങ്കിലും ഒരു സൈഡിൻ്റെ ലെങ്ത്തിനെ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളിൻ്റെ സൈൻ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആ ട്രയാങ്കിളിൻ്റെ സർക്കിളിൻ്റെ ഡയമീറ്റർ കിട്ടും. അതായത് സർക്കം ഡയമീറ്റർ കിട്ടുന്നതാണ്. ആണോ? ഈ സർക്കം റേഡിയസ് 6 ആണ് എഴുതിച്ചോളൂ. ഇതിപ്പോൾ ഇവിടെ നിന്ന് കിട്ടും 6 ആണെങ്കിൽ ഇവിടെ നിന്ന് കിട്ടും 6. അപ്പോൾ സർക്കം ഈ AD ഇതല്ലേ നമുക്ക് 2R എഴുതി കൂടെ. ഇവിടെ നോക്കൂ 2R എന്ന് എഴുതാം. അപ്പോൾ 2R ഈസ് ഈക്വൽ ടു സർക്കം ഡയമീറ്റർ ആയ 2R ഈസ് ഈക്വൽ എന്താണ്? AB ഡിവൈഡഡ് ബൈ എന്ത് വരും? സൈൻ C എന്ന് വരും. ഇതാണ് ഒരു ട്രയാങ്കിളിൻ്റെ ഒരു സൈഡും ആ സൈഡിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിളിന്റെ മെഷറും കിട്ടിക്കഴിഞ്ഞാൽ ആ ട്രയാങ്കിളിന്റെ സർക്കം ഡയമീറ്റർ കാണാനുള്ള ഇക്വേഷൻ. സർക്കം ഡയമീറ്റർ ഈസ് ഈക്വൽ ടു AB ഡിവൈഡ് ബൈ സൈൻ C. ആണോ? മറക്കരുത്. അപ്പോൾ അത് എങ്ങനെയാണ് കിട്ടി എന്നുള്ളത് കാണിക്കുന്ന ഫിഗറാണ് ഞാനിവിടെ വരച്ചത്. നമ്മൾ ഇനി പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യണം. നമ്മൾ ഈ ഇക്വേഷനാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ഇതിന്റെ ഡെറിവേഷനാണ് ഞാൻ ഇവിടെ കാണിച്ചത്. എങ്ങനെ കിട്ടി എന്നുള്ളതാണ് കാണിച്ചത്. ഓക്കെ ആണല്ലോ? ഞാൻ ഒന്നും കൂടി ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. ശരിക്കും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് കിട്ടിയത് നോക്കാം. ഇവിടെ ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ ഒരു ട്രയാങ്കിൾ, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഉണ്ട് ഉണ്ടോ? ട്രയാങ്കിളിൻ്റെ പേര് ABC ആണ്. ഈ ABC എന്ന് പറഞ്ഞ ട്രയാങ്കിളിൻ്റെ സർക്കിൾ ഞാനിവിടെ വരയ്ക്കുന്നുണ്ട്. നമുക്ക് മനസ്സിലാൻ വേണ്ടി സർക്കിളും കൂടി വരയ്ക്കുന്നുണ്ട് കേട്ടോ. ഈ സർക്കിളിൻ്റെ ഡയമീറ്റർ, സർക്കിളിൻ്റെ ഡയമീറ്റർ എന്താ പറയുക? സർക്കം ഡയമീറ്റർ 2R അല്ല സർക്കം ഡയമീറ്റർ 6 സർക്കം റേഡിയസ് 6 ആണെങ്കിൽ 2R സർക്കം ഡയമീറ്റർ. അപ്പോൾ സർക്കം ഡയമീറ്റർ ഈസ് ഈക്വൽ ടു ആണോ? എങ്ങനെ കാണാം? ABന്റെ സൈഡ് നമുക്കറിയാം. ഈ ആംഗിളിന്റെ മെഷറും അറിയാമെങ്കിൽ എങ്ങനെ സർക്കം ഡയമീറ്റർ എഴുതാൻ പറ്റും? AB ഡിവൈഡ് ബൈ എന്താ വരിക? സൈൻ C എന്ന് വരും. AB എന്ന് പറഞ്ഞ സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആണ് എന്ത്? C. ഇനി AB എന്നുള്ള സൈഡിന് പകരം നമുക്ക് BC എന്നുള്ള സൈഡാണ് തരുന്നെങ്കിലോ, ഇതിന്റെ ലെങ്ത് ആണ് നമുക്ക് അറിയാമെങ്കിലോ, ഈ സൈഡിന്റെ ലെങ്ത് ആണ് അറിയാമെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഈ ആംഗിളിന്റെ മെഷർ ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2R ഈസ് ഈക്വൽ ടു സർക്കം ഡയമീറ്റർ ആയ 2R ഈസ് ഈക്വൽ ടു BC ആണെങ്കിൽ BC ഡിവൈഡ് ബൈ എന്താ വരിക? സൈൻ. BC എന്ന് പറഞ്ഞ സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ A ആണ് അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? A എന്ന് പറഞ്ഞ ആംഗിളിന്റെ സൈൻ വാല്യൂ BC ബൈ സൈൻ A ആണോ? അല്ലെങ്കിൽ ഇനി കൊടുക്കും ഈ സൈഡിന്റെ ലെങ്ത് ആണ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിലോ, ഇതിന്റെ ലെങ്ത് ആണ് തന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആയ ഇതിന്റെ മെഷർ എന്ത് ചെയ്യണം? തരണം. അപ്പോൾ നോക്കാം 2R ഈസ് ഈക്വൽ ടു ഈ സൈഡിന്റെ ഇത് AC ആണല്ലേ? അപ്പൊ AC ഡിവൈഡ് ബൈ എന്ത് വരും? ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ B ആണ്. ഇപ്പൊ Aയും C അല്ലാത്ത സൈൻ B എന്ന് വരും. കണ്ടോ? അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാറും? ഈ AB എന്ന് പറഞ്ഞതും BC എന്ന് പറഞ്ഞതും ഒക്കെ എന്താണ്? ഓരോ സൈഡാണ്. അപ്പോൾ ഒരു സൈഡിനെ അങ്ങനെ പറഞ്ഞാൽ ഒരു സൈഡിനെ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിളിന്റെ സൈൻ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? ആ ട്രയാങ്കിളിന്റെ എന്ത് കിട്ടും? സർക്കം ഡയമീറ്റർ കിട്ടും. ഒരു ട്രയാങ്കിളിന്റെ ഒരു സൈഡിനെ അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ട്രയാങ്കിളിന്റെ ഒരു സൈഡ് ഡിവൈഡഡ് ബൈ എന്താണ്? സൈൻ ഓഫ് എന്തിനാണ്? ഓപ്പോസിറ്റ് ആംഗിൾ. ആ ഓപ്പോസിറ്റ് ആംഗിളിന്റെ സൈഡിനെ ഓപ്പോസിറ്റ് ആംഗിളിന്റെ സൈൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ സർക്കം ഡയമീറ്റർ കിട്ടും. 2R ഈസ് ഈക്വൽ ടു സൈഡ് ഡിവൈഡ് ബൈ സൈൻ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾ ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം, ഒരു പോയിന്റ് ആണ്. ഇത് വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും? എക്സാമിൽ ചോദിക്കും. മനസ്സിലായാലോ? ഇതിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറയാണ്ട്. അപ്പൊ ഇത് മറക്കരുത്. മനസ്സിലായാലോ? ഒരു ട്രയാങ്കിൾ ശരിക്കും ഒരു ട്രയാങ്കിൾ. ആ ട്രയാങ്കിൾ റൈറ്റ് ട്രയാങ്കിൾ അല്ല, ഒരു നോർമൽ ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിളിന്റെ ഒരു സൈഡും അതിന്റെ ഓപ്പോസിറ്റ് ആംഗിളും നമുക്കറിയാം. ഒരു സൈഡും അതിന്റെ ഓപ്പോസിറ്റ് ആംഗിളും അറിയെങ്കിൽ ആ ട്രയാങ്കിളിൽ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? സർക്കം ഡയമീറ്റർ കാണാൻ പറ്റും. എങ്ങനെ നമ്മൾ ചെയ്യുക? ആ സൈഡിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? അതിന്റെ ഓപ്പോസിറ്റ് ആംഗിളിന്റെ സൈൻ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി എന്നാണ്. കേട്ടോ? അപ്പൊ ഏതൊരു ട്രയാങ്കിൾ ഇവിടെ നോക്കൂ, ABC എന്ന് പറഞ്ഞ ട്രയാങ്കിൾ, ABC എന്ന് പറഞ്ഞ ഒരു ട്രയാങ്കിളിൽ AB എന്ന് പറഞ്ഞ സൈഡിനെ സൈൻ C കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന വാല്യൂവും BC എന്ന് പറഞ്ഞ സൈഡിനെ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിളായ A എന്ന് പറഞ്ഞ ആംഗിളിന്റെ സൈഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന വാല്യൂവും ആണോ? AC എന്ന് പറഞ്ഞ മൂന്നാമത്തെ സൈഡിനെ ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിളായ B എന്ന് പറഞ്ഞ ആംഗിളിന്റെ സൈൻ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ ഒക്കെ ഒന്ന് തന്നെയാണ്. AB ബൈ സൈൻ C എന്ന് പറഞ്ഞാലും BC ബൈ സൈൻ A എന്ന് പറഞ്ഞാലും AC ബൈ സൈൻ B ഇതൊക്കെ എന്താണ്? ഈക്വൽ ആണ്. ഇതൊക്കെ എന്തിന് ഈക്വൽ ആണ്? ദിസ് ഈസ് ഈക്വൽ ടു 2R. ആ ട്രയാങ്കിളിന്റെ സർക്കം ഡയമീറ്റർ എന്നാണ് കേട്ടോ. അപ്പൊ 2R കാണണമെങ്കിൽ ഒന്നുകിൽ AB ബൈ സൈൻ C, അല്ലെങ്കിൽ BC ബൈ സൈൻ A, അതല്ലെങ്കിൽ AC ബൈ സൈൻ B. ഇതൊക്കെ എന്തിനാണ്? ആ ട്രയാങ്കിളിന്റെ സർക്കം ഡയമീറ്റർ ആണ്. ഈ റേഡിയസ് ആണ് ചോദിച്ചിട്ട് സർക്കം ഡയമീറ്റർ കാണാം. നമ്മൾ എന്നിട്ട് അതിന്റെ ഹാഫ് എടുത്താൽ കിട്ടും, സർക്കം റേഡിയസ് കിട്ടും. അപ്പൊ സർക്കം ഡയമീറ്റർ കാണാനാണ് നമ്മൾ ചെയ്യുക. എന്നിട്ട് ആ സർക്കം ഡയമീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ നേരെ ഹാഫ് ആക്കിയിട്ട് സർക്കം റേഡിയസ് എന്ത് ചെയ്യും? കാണും. അപ്പൊ മറക്കരുത്.
ആണോ എ ബി ബൈ സൈൻ സി, സൈഡ് ബൈ സൈൻ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾ, അങ്ങനെ നമ്മൾ പഠിച്ചു. സൈഡ് ഡിവൈഡ് ബൈ സൈൻ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾ. ആ ഡിവിഷൻ നടത്തി കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? ആ ട്രയാങ്കിളിന്റെ സർക്കം ഡയമീറ്റർ ആയിരിക്കും. മറക്കരുത്. മനസ്സിലായല്ലോ? അപ്പൊ ഇതിൽ നിന്ന് നീ ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഇനി ഇതെല്ലാം കൂടി എഴുതുന്നില്ല, നമ്മൾ പഠിച്ചു വെക്കുമ്പോൾ ഒരു ഇത് മാത്രം പഠിച്ചാൽ അങ്ങനെ പഠിച്ചാൽ മതി. അതായത് സർക്കം ഡയമീറ്റർ 2r, സർക്കം ഡയമീറ്റർ 2r ഈസ് ഈക്വൽ ടു AB ബൈ സൈൻ സി. ഇങ്ങനെ പഠിച്ചു വെക്കാം. AB ബൈ സൈൻ സി ഇങ്ങനെ പഠിച്ചു വെക്കാം. ഇതിന്റെ അർത്ഥം എന്താണ്? AB എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സൈഡാണ്, ആ സൈഡ് ഡിവൈഡ് ബൈ സി എന്ന് പറഞ്ഞാൽ ഈ AB എന്ന് പറഞ്ഞ സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആണ് അതിന്റെ സൈൻ. അപ്പൊ AB ബൈ സൈൻ സി ആണ് 2r. മനസ്സിലായല്ലോ? ഇനി ഇതിന്ന് ഇപ്പൊ AB എങ്ങനെ കാണാം? AB എന്ന് കണ്ടുപിടിക്കുന്നത് രണ്ടുകൂടി മൾട്ടിപ്ലൈ ചെയ്താൽ പറയാണോ? ഇത് ഈ മുകളിലുള്ള സാധനം കണ്ടുപിടിക്കുന്നത് രണ്ടുകൂടി മൾട്ടിപ്ലൈ. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതി കൂടെ AB ഇസ് ഈക്വൽ ടു ഇത് രണ്ടുകൂടി മൾട്ടിപ്ലൈ 2r ഇൻറ്റു എന്ത് വരും? സൈൻ സി. ഇതെന്താ അതിന്റെ അർത്ഥം? ഒരു ട്രയാങ്കിളിന്റെ സർക്കം ഡയമീറ്റർ ആണ് 2r. സർക്കം ഡയമീറ്ററും ഏതെങ്കിലും ഒരു ആംഗിളും കിട്ടിക്കഴിഞ്ഞാൽ ആ ആംഗിളിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡിന്റെ ലെങ്ത് നമുക്ക് സൈഡ് കാണാൻ ടെക്നിക്കാണ് ഇത്. കണ്ടോ? ട്രയാങ്കിളിന്റെ ചിലപ്പോൾ സൈഡിന്റെ ലെങ്ത് എത്രയും ചോദിക്കും. സൈഡിന്റെ ലെങ്ത് എത്രയും ചോദിച്ചു കഴിഞ്ഞാൽ സൈഡിന്റെ ലെങ്ത് കാണാൻ അപ്പം എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷനിൽ നമുക്ക് എന്ത് കിട്ടും? സൈഡ് ഈസ് ഈക്വൽ ടു 2r ഇൻറ്റു സൈൻ സി. അതെന്ന് പറഞ്ഞാൽ സർക്കം ഡയമീറ്റർ ഇൻറ്റു ഈ ഏത് സൈഡാണ് ഉദ്ദേശിക്കുന്നത് ആ സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിളിന്റെ സൈൻ. അതാണത് 2r ഇൻറ്റു സൈൻ സി. ആണോ? AB ഈസ് ഈക്വൽ ടു 2r ഇൻറ്റു സൈൻ സി. ആണോ? ഇനി ഇവിടെ നോക്കാം. BC എന്ന് പറഞ്ഞ സൈഡിന്റെ ലെങ്ത് ആണ് കാണുക. അപ്പം എന്ത് ചെയ്യേണ്ടി വരും? BC എന്ന് പറഞ്ഞ സൈഡ്, ഒരു ട്രയാങ്കിളിൽ ഒരു സൈഡിന്റെ ലെങ്ത് നമുക്ക് കാണാം. BCന്റെ ലെങ്ത് നമുക്ക് അറിയില്ല, അത് കാണാം. അത് കാണാൻ എന്ത് ചെയ്താൽ മതി? അതിന്റെ സർക്കം ഡയമീറ്റർ ഇൻറ്റു 2r ഇൻറ്റു എന്ത് വരും? BC എന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഏതാ? A ആണ്. അപ്പൊ എന്ത് ചെയ്യാം? ആ A എന്ന് പറഞ്ഞ ആംഗിളിന്റെ സൈൻ വാല്യൂ കൊണ്ട് എന്തിനും മൾട്ടിപ്ലൈ ചെയ്താൽ മതി? ഈ സർക്കം ഡയമീറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. രണ്ടുകൂടി മൾട്ടിപ്ലൈ ചെയ്താൽ BC കിട്ടും. ഇനി AC-ന്റെ ലെങ്ത് ആണ് കാണണമെങ്കിലോ AC ഈക്വൽ എന്താ വരിക? AC ഈക്വൽ ടു 2r ഇൻറ്റു, അതായത് സർക്കം ഡയമീറ്റർ ഇൻറ്റു എന്ത് വരും? ACക്ക് ഓപ്പോസിറ്റ് ആംഗിൾ എന്താണ്? സൈൻ B ആണ്. അപ്പോൾ എന്ത് വരും? AC ഈക്വൽ ടു 2r ഇൻറ്റു സൈൻ B എന്നും വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. അപ്പോൾ സർക്കം ഡയമീറ്റർ ആണ് കാണണമെങ്കിൽ സൈഡ് ഡിവൈഡ് ബൈ സൈൻ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾ ആണ്. ഇനി നമുക്ക് സൈഡ് ആണ് കാണണമെങ്കിൽ ഒരു ട്രയാങ്കിളിന്റെ സൈഡ് ഇവിടെ നോക്കാം. ഇപ്പൊ ഇതിന്റെ ലെങ്ത് 8, ഈ ആംഗിളിന്റെ മെഷർ ഒരു 50 ഡിഗ്രി തോന്നിയിരിക്കാം. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഈ ട്രയാങ്കിളിന്റെ സർക്കം ഡയമീറ്റർ കാണാം. സർക്കം ഡയമീറ്റർ കാണാൻ എന്താ ചെയ്യുക? നമ്മൾ ചെയ്യും ഇങ്ങനെ 2r ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യും? ABന്റെ ലെങ്ത് ഉണ്ടെങ്കിൽ അപ്പൊ AB ഡിവൈഡ് ബൈ സൈൻ സി ആണ് വരിക. ദാറ്റ് ഇസ് ABന്റെ ലെങ്ത് 8 അല്ലേ? 8 ഡിവൈഡ് ബൈ എന്ത് വരും? സൈൻ 50 വരും. സൈൻ 50 എത്ര? നമ്മൾ ടേബിൾ നോക്കുമ്പോൾ സൈൻ 50 കിട്ടും. അപ്പോൾ 8 എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക? ആ സൈൻ 50 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആ 2r കിട്ടും. അപ്പോൾ 2r കിട്ടിയല്ലോ. അപ്പോൾ 2r കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളോട് പറയണം ഈ BCന്റെ ലെങ്ത് എത്ര ചോദിക്കണം? ഈ ലെങ്ത് എത്ര ചോദിച്ചു? ഈ ലെങ്ത് എത്ര ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഈ ലെങ്ത് കാണണമെങ്കിൽ നമുക്ക് എന്താ? ഈ ആംഗിൾ എത്ര അറിഞ്ഞാൽ മതി? ഈ ലെങ്ത് കാണണമെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ അറിഞ്ഞാൽ മതി. ഇനി ഈ ലെങ്ത് കാണണമെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഈ ആംഗിൾ എത്ര അറിഞ്ഞാൽ മതി? അതാ ഞാൻ പറഞ്ഞു. ഒരു സൈഡിന്റെ ലെങ്ത് കാണണമെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിളും ഈ സർക്കം ഡയമീറ്റർ അറിഞ്ഞാൽ മതി. പറഞ്ഞാലോ? അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്താൽ? ഒരു സൈഡ് ഈസ് ഈക്വൽ ടു ശ്രദ്ധിക്കാം. സൈഡ് ഈസ് ഈക്വൽ ടു എന്ത് ചെയ്താ? സർക്കം ഡയമീറ്റർ ആയി 2r ഇൻറ്റു ആണോ? സൈഡിന്റെ ലെങ്ത് കാണാൻ സർക്കം ഡയമീറ്റർ മൾട്ടിപ്ലൈ ചെയ്യാം. എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ആണ്? ഏത് സൈഡാണോ കാണുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ആംഗിളിന്റെ സൈൻ വാല്യൂ. അപ്പോൾ സൈൻ ഓഫ് എന്ത് വരും? ഓപ്പോസിറ്റ് ആംഗിൾ. ആ ഓപ്പോസിറ്റ് ആംഗിൾ സൈൻ വാല്യൂ കൊണ്ട് 2r ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആ സൈഡിന്റെ ലെങ്ത് കിട്ടും. അപ്പൊ ആ സൈഡിന്റെ ലെങ്ത്തിന്റെ പേര് നമ്മൾ എഴുതണമെങ്കിൽ ഇങ്ങനെ എഴുതാം. AB ആണ് കാണണമെങ്കിൽ 2r ഇൻറ്റു സൈൻ സി ആണ്. ഈ ABന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആണ് സി ആണോ? ശരി, പറഞ്ഞ മനസ്സിലാണില്ലേ? BCന്റെ ലെങ്ത് ആണ് കാണണമെങ്കിൽ 2r ഇൻറ്റു സൈൻ A. BCന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആണ് A. അതറിയണം. അതായല്ലോ AC-ന്റെ ലെങ്ത് ആണ് കാണണമെങ്കിൽ 2r ഇൻറ്റു എന്ത് വരും? സൈൻ B. AC എന്ന് പറഞ്ഞാൽ സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആണ് എന്ത് വരിക? B. അപ്പോൾ ആ ഓപ്പോസിറ്റ് ആംഗിളിന്റെ സൈൻ വാല്യൂ ആ സർക്കം ഡയമീറ്റർ കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് ആ സൈഡിന്റെ ലെങ്ത് കിട്ടും. ഈ 2 പോയിന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാണ്ട് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട ഒരു ഏരിയ ആണിത്. ഇത് രണ്ട് മനസ്സിലാക്കുക. ഞാൻ ജസ്റ്റ് ഒന്നുകൂടി ഞാൻ നോട്ടായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക. അപ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ പഠിച്ചത് എന്താണ്? ഒരു ട്രയാങ്കിൾ ആ ട്രയാങ്കിളിന്റെ 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? സർക്കം ഡയമീറ്റർ ഒരു സൈഡ് എന്താണ്? സൈൻ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾ. ഇങ്ങനെ ഇത് 3. ഒരു സൈഡിന്റെ ലെങ്ത്, ആ സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിളിന്റെ മെഷർ അതിന്റെ സർക്കം. ഇത് 3 തമ്മിലുള്ള റിലേഷൻ ആണ്. കണ്ടില്ലേ? അപ്പോൾ സർക്കം ഡയമീറ്റർ ആണ് കാണണമെങ്കിൽ സൈഡിനെ
ഓപ്പോസിറ്റ് ആംഗിളിന്റെ സൈൻ വാല്യൂ കൊണ്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. ഇനി സൈഡാണ് കാണണമെങ്കിലോ ഇത് ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. അപ്പൊ സൈഡ് ഈസ് ഈക്വൽ ടു പറയും സൈഡ് ഈസ് ഈക്വൽ ടു 2r സർക്കൺ ഡയമീറ്റർ ഇൻറ്റു സൈൻ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾ ആണ്. ഇത് നമ്മൾ വേർഡ്സിൽ നമ്മൾ എഴുതുകയാണെങ്കിൽ ഇപ്പൊ 2r ഈസ് ഈക്വൽ ടു ആ സൈഡിന്റെ പേര് AB ആണെങ്കിൽ AB ബൈ അത് ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മൾ എടുക്കണം AB ബൈ സൈൻ C ഇങ്ങനെ എടുക്കാം. അങ്ങനെ ജസ്റ്റ് ജനറൽ ആയിട്ട് പഠിച്ചു വെക്കാം. ഇനി AB എന്ന് പറഞ്ഞ സൈഡിന്റെ ലെങ്ത് ആണ് കാണണമെങ്കിൽ AB ഈക്വൽ എന്താ വരിക 2r ഇൻറ്റു ഇത് മാറിപ്പോരുത് 2r ഇൻറ്റു എന്ത് വരും സൈൻ C. ABയുടെ ഓപ്പോസിറ്റ് ആംഗിൾ C ആയതുകൊണ്ട് സൈൻ C ആണ്. ഒന്നിൽ ഇങ്ങനെ പഠിക്കുക അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ മനസ്സിലാക്കി വെക്കാം. എങ്ങനെ വേണമെങ്കിൽ നമുക്ക് എഴുതും ചെയ്യാം, ക്വസ്റ്റ്യൻ ചെയ്യും ചെയ്യാം, മറക്കരുത്. ഒരു ട്രയാങ്കിളിന്റെ ഒരു സൈഡ് അതിന്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾ ആ ട്രയാങ്കിളിന്റെ സർക്കൺ ഡയമീറ്റർ ഇത് മൂന്നും തമ്മിലുള്ള റിലേഷൻ അത് തിരിച്ചു മറിച്ചൊക്കെ എഴുതുന്നതാണ് ഇവിടെ എന്ത് ചെയ്ത് പറഞ്ഞത്. അപ്പൊ ഏതാണ് ക്വസ്റ്റ്യനിൽ ചോദിക്കണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാം. കണ്ടോ? ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഇതേ സംഭവം തന്നെ നമുക്ക് വേറൊരു രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാൻ നോക്കുക. അവിടെ ശ്രദ്ധിക്കാം. ഇപ്പൊ നോക്കാം, അങ്ങനെ ഒരു സർക്കിൾ ആണോ. ഈ സർക്കിൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഒരു എന്തുണ്ട്, ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഇങ്ങനെ ട്രയാങ്കിൾ ഈ ട്രയാങ്കിളിന്റെ പേര് ABC ആണെന്ന് വിചാരിക്കാം. ABC ആണെന്ന് വിചാരിക്കാം കേട്ടോ. ഇനി ഈ സർക്കിളിന്റെ സെന്റർ O ആണ് ചോദിച്ചോളൂ. സെന്റർ O ആണ് ചോദിക്കണം കേട്ടോ. ഈ ലെങ്ത്തും ഈ സൈഡിന്റെ ലെങ്ത്തും ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിളായ ഈ ആംഗിളും തമ്മിലുള്ള റിലേഷൻ എന്താ പറയും. ഈ സർക്കിളിന്റെ സർക്കം ഡയമീറ്റർ അല്ലെങ്കിൽ ഈ ട്രയാങ്കിളിനാണ് സർക്കം ഡയമീറ്റർ പറയാം കേട്ടോ. ഈ ട്രയാങ്കിളിന്റെ സർക്കം ഡയമീറ്റർ ശ്രദ്ധിക്കാം. സർക്കം ഡയമീറ്റർ 2r is equal to നമ്മൾ എന്താ പഠിച്ചത്, ഈ സൈഡാണ് വിചാരിച്ചോളൂ. ഇപ്പൊ AB ഡിവൈഡഡ് ബൈ എന്ത് വരും സൈൻ C. ഇതാണ് നമ്മൾ പഠിച്ച റിലേഷൻ. ഇതിൽ നിന്ന് സൈഡാണ് നമുക്ക് കാണണമെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും, AB is equal to കേട്ടോ. AB is equal to അങ്ങനെ നമ്മൾ എഴുതുക 2r ഇത് രണ്ടും മറ്റു 2r ഇൻറ്റു എന്ത് വരും സൈൻ C എന്ന് വരും. AB എന്ന് പറഞ്ഞ സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആണ് C. അപ്പോൾ 2r ഇൻറ്റു സൈൻ C ആണ് എന്ത് വരിക, AB എന്ന് വരിക. ശരിയല്ലേ? ഇനി ഇവിടേക്ക് നോക്കുക, ഈ AB എന്ന് പറഞ്ഞ സാധനം ഈ സർക്കിളിലെ ഒരു കോഡല്ലേ, കോഡ് ഇപ്പം മൊത്തത്തിൽ ട്രയാങ്കിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഈ AB എന്ന് പറയുന്നത് മാത്രം നമ്മൾ നോക്കണം. AB എന്ന് പറഞ്ഞ ഈ ലൈൻ മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ AB എന്താണ്, ഈ സർക്കിളിന്റെ ഒരു കോഡാണ്. BC എന്ന് പറഞ്ഞ സാധനം എന്താണ്, ഈ സർക്കിളിന്റെ ഒരു കോഡാണ്. ശരിയല്ലേ? ഈ AC BC എന്ന് പറഞ്ഞ സാധനം എന്താണ്, ഈ മൂന്ന് ലൈൻസും ഈ സർക്കിളിന്റെ കോഡുകളാണ്. ശരിയാണല്ലോ? അപ്പോൾ ഒരു കോഡിന്റെ ലെങ്ത് ആയ AB ആണോ, ലെങ്ത് ഓഫ് കോഡ് AB ഈ AB കാണാൻ എന്ത് ചെയ്താൽ മതി, 2r ഇൻറ്റു സൈൻ C ആണ്. ഈ സൈൻ C എന്ന് പറഞ്ഞതാണ് ഈ സൈഡിന്റെ ഓപ്പോസിറ്റുള്ള ഈ ആംഗിളാണ്. ഞാൻ അവിടെ നിൽക്കട്ടെ. ഇനി ഈ AB എന്ന് പറഞ്ഞ ഈ കോഡ് ശരിക്കും ശ്രദ്ധിക്കാം. AB എന്ന് പറഞ്ഞ ഈ കോഡ് ഈ സർക്കിളിന്റെ സെന്ററിൽ ഉണ്ടാക്കുന്ന ഒരു ആംഗിൾ, ഈ AB എന്ന് പറഞ്ഞ കോഡ് ഈ സർക്കിളിന്റെ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ Aയും B നോക്കുക, അവിടുന്ന് സർക്കിളിന്റെ സെന്ററിലേക്ക് ഇങ്ങനെ രണ്ട് ലൈൻസ് വരയ്ക്കണം. AB എന്ന് പറഞ്ഞ കോഡ് ഈ സർക്കിളിന്റെ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണെന്ത്, ഈ ആംഗിൾ. AB എന്ന് പറഞ്ഞ ഒരു കോഡ് ആ സർക്കിളിന്റെ സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ്. ഈ ആംഗിളിനാണ് ഈ കോഡിന്റെ സെൻട്രൽ ആംഗിൾ പറയും. അതായത് ഒരു കോഡ് സർക്കിളിലാണ് ഉണ്ടാവുക. അപ്പൊ ആ സർക്കിളിന്റെ സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ഈ ആംഗിൾ. അപ്പോൾ ഇതൊക്കെ പോട്ടെ, ഇങ്ങനെ ആലോചിച്ച് നോക്കിയിട്ട് ഒരു സർക്കിൾ, ആ സർക്കിളിൽ എന്ത് മാത്രം ഒരു കോഡ് മാത്രം, അങ്ങനെ ഒരു കോഡ്, ജസ്റ്റ് ഒരു കോഡ്. ഈ കോഡിന്റെ പേര് AB ആണ് വിചാരിച്ചോളൂ. AB ആയിരിക്കാം. ഈ AB എന്ന് പറഞ്ഞ കോഡ് ഈ സർക്കിളിന്റെ സെന്ററിൽ ഉണ്ടാക്കുന്ന ഈ ആംഗിൾ ആണ്. ഈ കോഡിന്റെ വലുപ്പത്തിനനുസരിച്ച് ഈ ആംഗിൾ ഇങ്ങനെ മാറി വരും. അപ്പൊ AB എന്ന് പറഞ്ഞ ഈ കോഡ് സർക്കിളിന്റെ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ഇവിടെ ഇത് O ആണ്. അപ്പൊ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ O ആണെങ്കിൽ അപ്പോൾ ഈ AB എന്ന് പറഞ്ഞ കോഡിന്റെ ലെങ്ത് എന്തായിരിക്കും എന്നുള്ള, AB എന്ന് പറഞ്ഞ കോഡിന്റെ ലെങ്ത് എന്തായിരിക്കും ഇവിടെ നോക്കൂ. അപ്പൊ നമുക്ക് ഇങ്ങനെ നീട്ടിയിട്ട് വരച്ചു വെച്ചു, ഇങ്ങനെ ഒരു സാധനം വരച്ചു. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഈ ആംഗിളും തമ്മിൽ റിലേഷൻ നമ്മൾ സർക്കിളിൽ പഠിച്ചിട്ടുണ്ട്. എന്താ റിലേഷൻ വന്നത്, ഈ ആംഗിളും തമ്മിൽ റിലേഷൻ ആണ്. ഈ ആംഗിളിന്റെ നേരെ പകുതി ആയിരിക്കും. ശരിയല്ലേ? അപ്പൊ നമ്മൾ ഇവിടെ നോക്കാം, ഈ AB is equal to 2r into sin C. ഈ AB എന്ന് പറഞ്ഞാൽ ഈ കോഡിന്റെ ലെങ്ത് അല്ലേ. ഈ കോഡ് ഇവിടെ നോക്കാം, ഈ കോഡിന്റെ ലെങ്ത് എന്ന് പറഞ്ഞത് എന്താണ്, കോഡിന്റെ ലെങ്ത് ഈ സർക്കിളിന്റെ ഈ ട്രയാങ്കിളിന്റെ സർക്കം ഡയമീറ്റർ ഇൻറ്റു സൈൻ C ആണ്. ഇതാണ്. അപ്പൊ ഈ ആംഗിളും തമ്മിൽ എന്താ മാത്രം C എന്നുള്ളതിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ O എന്ന് പറഞ്ഞ ആംഗിളിന്റെ ഹാഫ് നേരി കൂടെ C എന്നുള്ളതിന് ഇവിടെ നോക്കാം. ദിസ് ഈസ് ഈക്വൽ ടു 2r ഇൻറ്റു C എന്ന് പറഞ്ഞ ആംഗിൾ ഈ O എന്ന് പറഞ്ഞ ആംഗിളിന്റെ പകുതിയല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ C എന്നുള്ളതിന് പകരം നമുക്ക് തരും സൈൻ O ബൈ
2 എന്ന് ഇങ്ങനെ എഴുതാൻ പറ്റും എന്ന് പറഞ്ഞാൽ എന്താണ് ഈ കോഡ് സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ഈ കോഡ് സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളിന്റെ പകുതി അതിന്റെ സൈൻ വാല്യൂവും ഈ റേഡിയസ് ആയ അതിന്റെ 2r കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും ആ ലെങ്ത് ഓഫ് കോഡ് കിട്ടും. ചിലപ്പോൾ ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിക്കും. ഒരു ട്രയാങ്കിൾ എന്ന് പറയാതെ നിങ്ങളോട് പറയും ഒരു സർക്കിളിൽ ഒരു കോഡ് ഉണ്ട് ആ കോഡ് സർക്കിളിന്റെ സെന്ററിൽ ഒരു പർട്ടിക്കുലർ ആംഗിൾ ഉണ്ടാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ കോഡിന്റെ ലെങ്ത് എത്രയാണെന്ന് ചോദിക്കും. ആ കോഡിന്റെ ലെങ്ത് കാണാനുള്ള ഇക്വേഷൻ എന്താ ഇപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ ലെങ്ത് ഓഫ് കോഡ് AB ഇസ് ഈക്വൽ ടു എന്ത് വരും ഇസ് ഈക്വൽ ടു 2r ഇൻറ്റു ഈ r എന്ന് പറഞ്ഞ സർക്കിളിന്റെ റേഡിയസ് ആണ് ആ 2r ഇൻറ്റു ഇവിടെ സർക്കിൾ ഡയമീറ്റർ എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഒരു കോഡും അതിന്റെ സെൻട്രൽ ആംഗിൾ മാത്രം പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ സർക്കിളിന്റെ റേഡിയസ് ആണ് r കണ്ടോ. അപ്പൊ 2r ഇൻറ്റു എന്ത് വരും സൈൻ ഈ ആംഗിൾ അവിടെ ഇല്ല. ഇവിടെ എന്താ ഉള്ളൂ ഈ കോഡ് സർക്കിളിന്റെ സെന്ററിൽ ഉണ്ടാക്കുന്ന ഈ ആംഗിൾ ഉള്ളൂ. ആ ആംഗിൾ നമ്മൾ O കൊണ്ട് ഉദ്ദേശിക്കണേ. അപ്പൊ ആ ഓന്റെ ഹാഫ് ആണ് എടുക്കേണ്ടത്. അപ്പൊ O/2 ഇതാണ് എന്ത് വരിക ലെങ്ത് ഓഫ് കോഡ് കാണാനുള്ള ഇക്വേഷൻ ആണ്. ലെങ്ത് ഓഫ് കോഡ് ക്വസ്റ്റ്യനിൽ അങ്ങനെ തന്നെ ചോദിക്കുകയാണെങ്കിൽ ലെങ്ത് ഓഫ് കോഡ് എന്ന് പറഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഈ ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സാധനം തന്നെ 2r ഇൻറ്റു സൈൻ ഇതിന്റെ ഈ എബിന്റെ ഓപ്പോസിറ്റ് സൈൻ സി എന്നുള്ളതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക ആ സെൻട്രൽ ആംഗിളിന്റെ പകുതി എടുക്കുകയാണ്. ഈ ആംഗിൾ എന്തായിരിക്കും ഈ ആംഗിളിന്റെ പകുതി ആയിരിക്കും. അപ്പൊ ഈ സി എന്നുള്ളതിന് പകരം എന്ത് ചെയ്യാണ് ഈ സെൻട്രൽ ആംഗിൾ O ആയത് O/2 എന്ന് എടുക്കുക അത്രേ ഉള്ളൂ. എന്താണ് O എന്ന് പറഞ്ഞ ആംഗിള് O എന്ന് പറഞ്ഞ ആംഗിള് ഈ AB എന്ന് പറഞ്ഞ കോഡ് ആ സർക്കിളിന്റെ സെന്ററിൽ ഉണ്ടാക്കുന്ന ഈ ആംഗിൾ ആണ് കേട്ടോ. അപ്പൊ ഈ ആംഗിൾ ഒരു 120 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഇത് 60 വരും. ഈ 60 ആണ് നമ്മൾ എടുക്കണത് ശരിക്കും. അപ്പൊ നമ്മൾ ഈ ആംഗിളിന്റെ ടേംസിലാണ് എടുക്കണേ. ഇത് എത്രയാണോ ആംഗിൾ അതിന്റെ ഹാഫ് അതായത് O/2 ഇതാണ് ലെങ്ത് ഓഫ് കോഡ്. മാർക്ക് ലെങ്ത് ഓഫ് കോഡ് ഒരു കോഡിന്റെ ലെങ്ത് കാണാനുള്ള ഇക്വേഷൻ എന്തൊക്കെ നമുക്കറിയാം. ഒരു സർക്കിൾ ഉണ്ട് ആ സർക്കിളിന്റെ റേഡിയസ് നമുക്കറിയാം. ഒരു സർക്കിൾ ഉണ്ട് സർക്കിളിന്റെ റേഡിയസ് നമുക്കറിയാം മനസ്സിലായല്ലോ. ആ സർക്കിളിന്റെ സെന്ററിൽ ഒരു പർട്ടിക്കുലർ ആംഗിൾ ഉണ്ടാക്കുന്ന എന്തുണ്ട് ഒരു കോഡ് ഉണ്ട്. ആ കോഡിന്റെ ലെങ്ത് എത്രയായിരിക്കും എന്ത് ചെയ്യണം പറയണം. നമുക്ക് രണ്ട് കാര്യങ്ങളെ അറിയുള്ളൂ. ഒന്ന് ആ സർക്കിളിന്റെ റേഡിയസും അറിയാം പിന്നെ ആ കോഡ് സർക്കിളിന്റെ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളും അറിയാം. അത് രണ്ടും അറിയാമെങ്കിൽ ലെങ്ത് ഓഫ് കോഡ് AB ഇസ് ഈക്വൽ ടു 2r ഇൻറ്റു r എന്ന് പറഞ്ഞ സർക്കിളിന്റെ റേഡിയസ് ആണ് ഇൻറ്റു സൈൻ ഓഫ് ആ സർക്കിളിന്റെ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണോ ആ ആംഗിളിന്റെ ഹാഫ് സൈൻ ഓഫ് O/2 ഇതാണ് എന്ത് വരിക ലെങ്ത് ഓഫ് കോഡ് വരിക കേട്ടോ. മറക്കരുത് ശരിക്ക് ഓർത്തു വെക്കാം മനസ്സിലായല്ലോ. അപ്പൊ ഞാൻ ആ ഇക്വേഷൻ ഒന്നും കൂടി ഇവിടെ എഴുതാം. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച ആ സാധനത്തിൽ നിന്നാണ് ഈ സംഭവം ഉണ്ടാക്കിയത്. അപ്പോൾ ഒന്ന് ഇവിടെ നോക്കുക. ആദ്യം നമ്മൾ പഠിച്ചത് എന്താണ് അങ്ങനെ സർക്കം ഡയമീറ്റർ 2r ഈസ് ഈക്വൽ ടു AB ബൈ സൈൻ C ഒരു റിലേഷൻ. ഇനി ഒരു ട്രയാങ്കിളിന്റെ സൈഡ് AB കാണുക എന്ത് ചെയ്യണം 2r ഇൻറ്റു സൈൻ C ഓപ്പോസിറ്റ് ആംഗിളിലെ സൈനിനെ അതിന്റെ സർക്കം ഡയമീറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇത് രണ്ടാമത്തെ റിലേഷൻ. ഇനി മൂന്നാമത് ഇതാണ് ഒരു സർക്കിൾ ഉണ്ട് ഇങ്ങനെ സർക്കിൾ ഉണ്ട് ആ സർക്കിളിൽ ഒരു കോഡ് ഉണ്ട് ഇങ്ങനെ കോഡ് ഉണ്ട്. ആ കോഡ് സർക്കിളിന്റെ സെന്ററിൽ ഉണ്ടാക്കുന്ന ഈ ആംഗിൾ ആണോ ഈ ആംഗിൾ നമുക്ക് തന്നെ ആ ആംഗിൾ ഇത് സർക്കിളിന്റെ കോഡിന്റെ പേര് AB ആണ്. ആ AB സർക്കിളിന്റെ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ഈ O എന്ന് പറഞ്ഞ ആംഗിളാണ്. ഈ ആംഗിൾ ആണെങ്കിൽ ഈ കോഡിന്റെ ലെങ്ത് ഇതിന്റെ റേഡിയസ് 6 ആണ് 6 ആണെന്നുണ്ടെങ്കിൽ ഈ ലെങ്ത് ഓഫ് കോഡ് AB ഈസ് ഈക്വൽ ടു ഇങ്ങനെ ചെയ്യുക. ഈ ആറിന്റെ ഡബിൾ എടുക്കുക 2r ഇൻറ്റു എന്ത് വരും സൈൻ ഇത് തന്നെയാണ് സാധനം സൈൻ എന്താ എഴുതണ്ടേ സൈൻ ഇവിടെ O എന്നുള്ള ആംഗിൾ ആവും തന്നിട്ടുണ്ടോ. അപ്പൊ എന്താ ചെയ്യുക സൈൻ O/2 എന്നാണ് എടുക്കേണ്ടത്. ഇത് ഈ മൂന്ന് റിലേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണ്ടേ കുറെ പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. മറക്കരുത് മനസ്സിലായല്ലോ. അപ്പൊ സർക്കിൾ ഡയമീറ്റർ കാണാൻ ലെങ്ത് ഓഫ് കോഡ് സൈഡ് ഒന്ന് തന്നെയാണ് ശരിക്കും. ലെങ്ത് ഓഫ് കോഡ് എന്ന് പറയുമ്പോൾ ആ കോഡ് സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആയിരിക്കും തരിക. അപ്പൊ ആ ആംഗിളിന്റെ പകുതി ആയിരിക്കും ഈ C വരിക. അതാണ് ഇങ്ങനെ എഴുതി നമ്മൾ രണ്ടും ഒന്ന് തന്നെയാണ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇവിടെ സർക്കിളിൽ ഒന്ന് പഠിച്ചാൽ ഈ ആംഗിൾ ഇങ്ങനെ ഒരു ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ ഈ ആംഗിളും ഹാഫും ഡബിളും ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ റിലേഷനാണ് നമ്മൾ എന്ത് ചെയ്തത് ഇവിടെ ഉപയോഗപ്പെടുത്തിയത്. പറഞ്ഞ് മനസ്സിലാവുണ്ടോ. ഓക്കെ മൂന്നെണ്ണയില്ലേ. ഈ മൂന്ന് കാര്യങ്ങൾ ഉപയോഗിച്ച് ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻ ഡിസൈൻ ചെയ്യാൻ നമുക്ക് ചെയ്യേണ്ടത്. ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് ഈ ചാപ്റ്ററിന് ഉറപ്പായിട്ട് ചോദിക്കും. ഒരു ഡൗട്ടും വേണ്ട പറഞ്ഞാലോ. അപ്പോൾ അതിനുള്ള ഈ റിലേഷൻസ് എന്ത് ചെയ്യുക നല്ലപോലെ പഠിച്ചു വെക്കുക. ഒരു ട്രയാങ്കിളിന്റെ ഒരു സൈഡും അതിന്റെ ഓപ്പോസിറ്റ് ആംഗിളും കിട്ടിയാൽ ആ ട്രയാങ്കിളിൽ എന്ത് കാണാം സർക്കം ഡയമീറ്റർ കാണാം. അതായത് ഒരു ട്രയാങ്കിളിന്റെ സർക്കം ഡയമീറ്റർ നമുക്കറിയാം ഒരു ആംഗിളിന്റെ മെഷർ നമുക്കറിയാമെങ്കിൽ ആ ആംഗിളിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡിന്റെ ലെങ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് രണ്ടാമത്തത്.
ആണോ? ഒരു സർക്കിളിലെ ഒരു കോഡ് വെറുതെ ഒരു കോഡ് വരച്ചു. ആ കോഡിന്റെ ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. വെറുതെ ഒരു കോഡ് വരച്ച് ആ കോഡിന്റെ ലെങ്ത് കാണാൻ പറ്റും. എന്താ ചെയ്യേണ്ടത്? ആ കോഡ് ആ സർക്കിളിന്റെ സെന്ററിൽ ഉണ്ടാക്കുന്ന ഈ ആംഗിളും ഈ സർക്കിളിന്റെ റേഡിയസും കിട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലെങ്ത് ഓഫ് കോഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാം. ലെങ്ത് ഓഫ് കോഡ് AB = 2R ഇൻറ്റു സൈൻ ഇവിടുത്തെ ആംഗിളിന്റെ ഹാഫ്, സൈൻ ഓഫ് O/2. O അത്രയും നോക്കാം, അതിന്റെ ഹാഫ്. മനസ്സിലായല്ലോ? ഈ 1-2 ചെറിയ സ്പെഷ്യൽ കേസുകൾ ഇവിടെ ഉണ്ട്. ഇവിടെ നോക്കാം. ഈ കോഡിന്റെ ലെങ്ത് പറയുമ്പോൾ ഇത് സർക്കിൾ കേട്ടോ. ഇത് കോഡ്. ഈ കോഡ് സെന്ററിൽ ഉണ്ടാക്കുന്ന ഈ ആംഗിള് 60 ഡിഗ്രിയാണ് വിചാരിക്കുക. സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 60 ഡിഗ്രിയാണ് വിചാരിക്കുക. അപ്പൊ ഇതെന്തായി? ഈ ആംഗിൾ 60 ശരിയല്ലേ? ഇത് 60 ആയി കഴിഞ്ഞ സ്ഥിതിക്ക് ഇത് 60 ആയി കഴിഞ്ഞാൽ ഈ സൈഡും ഈക്വൽ ആയതുകൊണ്ട് ഈ ട്രയാങ്കിൾ നമ്മൾ ഇവിടെ വരച്ച ഈ ട്രയാങ്കിൾ എന്ത് വരും? ഐസോസിലസ് ട്രയാങ്കിൾ വരും. ശരിയാണോ? ശരിയാ. ഐസോസിലസ് ട്രയാങ്കിൾ ആണെങ്കിൽ അതിന്റെ ഈ രണ്ട് ബേസ് ആംഗിൾസ് ഈക്വൽ ആവില്ലേ? ഈ ആംഗിൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഈ സൈഡിന്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾസ് എന്താ? ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇത് 60 ആണെങ്കിൽ ഇത് ബാക്കി 120 ഉണ്ടാവും. അപ്പൊ എന്ത് വരും? ഇതും 60 വരും, ഇതും എന്ത് വരും? 60 വരും. അടാ. അപ്പോൾ ഒരു കോഡ് അതിന്റെ സെൻട്രൽ, ആ സർക്കിളിന്റെ സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ മെഷർ 60 ഡിഗ്രി ആണെങ്കിൽ നമ്മൾ അവിടെ കാണുന്ന ട്രയാങ്കിൾ എന്ത് ട്രയാങ്കിൾ ആയിരിക്കും? ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും. ആണോ? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ ഇവിടെ 60 ഡിഗ്രി ഉണ്ടാക്കുകയാണെങ്കിൽ ഇവിടെ നോക്കുക. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ ഇത് 6 ആണെങ്കിൽ ഇതും 6 വരും. അപ്പൊ ഇതും എന്ത് വരും? 6 വരും. കണ്ട, ഇത് സർക്കിളിന്റെ റേഡിയസ്, ഇതും സർക്കിളിന്റെ റേഡിയസ്, ഇത് രണ്ട് ഈക്വൽ ആണ്. ഇത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഈ 6ഉം അതേ 6-നായിരിക്കും ഇത് എവിടെയും വരിക. അപ്പൊ എന്താ ഇത് നമ്മൾ മനസ്സിലാക്കണേ? ഒരു കോഡ് സർക്കിളിന്റെ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 60 ഡിഗ്രി ആണെങ്കിൽ ആ കോഡിന്റെ ലെങ്ത് എന്തിന് ഈക്വൽ ആയിരിക്കും? ആ സർക്കിളിന്റെ റേഡിയസിന് ഈക്വൽ ആയിരിക്കും. ഇതൊരു സ്പെഷ്യൽ കേസ് ആയിട്ട് ഓർക്കുക. അതിന് നമ്മളിവിടെ ഇക്വേഷൻ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ലെങ്ത് ഓഫ് കോഡ് ചോദിച്ചാൽ എന്താണ്? സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 60 ഡിഗ്രി ആയ ഒരു കോഡ് ആ സർക്കിളിന്റെ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 60 ഡിഗ്രി ആണെങ്കിൽ ആ കോഡിന്റെ ലെങ്ത് ഓഫ് കോഡ് ഈക്വൽ എന്തായിരിക്കും? ആ സർക്കിളിന്റെ റേഡിയസിന് ഈക്വൽ ആയിരിക്കും. ആണോ? മറക്കോ? എന്താണെങ്കിൽ ഇവിടെ ഉണ്ടാക്കുന്ന സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്തായിരിക്കണം? 60 ഡിഗ്രി ആണെങ്കിൽ. ഓക്കെ ആണല്ലോ? ഇനി ഉണ്ടാക്കുന്ന ആംഗിൾ 60 ഡിഗ്രിക്ക് പകരം 120 ഡിഗ്രിയാണ് ആയിരിക്കുക. അതായത് ഇവിടെയുള്ള ഈ ആംഗിൾ 120 ഡിഗ്രി ആയിരിക്കും. രണ്ടും ഓർത്ത് വെക്കണം. കേട്ടോ? 120 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ശ്രദ്ധിക്കുക. 120 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ നേരെ ഒരു രണ്ട് ട്രയാങ്കിൾ ആക്കാം. ഒരു പെർപെൻഡിക്കുലർ വരച്ചാണ്. അപ്പോൾ ഇത് റൈറ്റ് ട്രയാങ്കിൾ ആയി. അപ്പോൾ ഈ ആംഗിൾ മാത്രം ഇത് 60 വരും. ഇത് 60 വരും. ഇത് എത്ര വരും? അപ്പോൾ ഇത് 30 വരും. ഇതിന് ഇപ്പോൾ 30, 60, 90 ആണോ? അങ്ങനെയുള്ള ഇത്. ഈ 30, 60, 90 ഉള്ള ഇതിന്റെ ടെക്നിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നോക്കാം. ഈ സൈഡ് നമുക്ക് കണ്ടുപിടിച്ചൂടെ? ഇതിന്റെ ലെങ്ത് 6 ആണ്. അതായത് 90ക്ക് ഓപ്പോസിറ്റ് ഉള്ളത് 6 ആണ്. അപ്പോൾ 30ക്ക് ഓപ്പോസിറ്റ് ആക്കി വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കും. അങ്ങനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഈ കോഡിന്റെ ലെങ്ത് അത് നിങ്ങൾ ചെയ്ത് നോക്കുക. ആ കോഡിന്റെ ലെങ്ത് എന്ത് വരാം? 6 × √3 ആണ് വരിക. മറക്കരുത്. 6 × √3 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? സർക്കിളിന്റെ റേഡിയസ് 10 ആണ് വിചാരിച്ചോളൂ. സർക്കിളിന്റെ റേഡിയസ് 10 സെന്റിമീറ്റർ ആണ്. ആ സർക്കിളിൽ ഒരു കോഡ് ആ സർക്കിളിന്റെ സെന്ററിൽ ഉണ്ടാക്കുന്ന സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി ആണെങ്കിൽ ആ കോഡിന്റെ ലെങ്ത് എന്തായിരിക്കും വരിക? ഈ റേഡിയസ് എത്രയാണോ ആ റേഡിയസിനെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തായിരിക്കും എന്ത് വരിക? ആ കോഡിന്റെ ലെങ്ത് വരിക. അതെന്താണെങ്കിൽ ഈ ആംഗിൾ 120 ആണെങ്കിൽ മറക്കരുത്. അപ്പൊ ആംഗിൾ ഇവിടെ ശ്രദ്ധിക്കുക. ആംഗിൾ 60 ഡിഗ്രി ആണെങ്കിൽ ലെങ്ത് ഓഫ് കോഡ് AB = എന്താ വരിക? AB = റേഡിയസ് എത്രയാണോ അത്ര തന്നെ വരും. 10 ആണെങ്കിൽ 10 വരും. മനസ്സിലായല്ലോ? ആംഗിൾ 120 ഡിഗ്രി ആണെങ്കിൽ ആ കോഡിന്റെ ലെങ്ത് എന്താ വരിക? ലെങ്ത് ഓഫ് കോഡ് AB = എന്താ വരിക? എത്രയാണോ റേഡിയസ് ഇൻറ്റു √3 വരും. റേഡിയസ് എത്രയാണോ അത്രയും ആ റേഡിയസ് ഇൻറ്റു √3 വരും. മറക്കരുത്. റേഡിയസ് ഇൻറ്റു √3 മറക്കരുത്. ലെങ്ത് ഓഫ് കോഡ് റേഡിയസ് ഇൻറ്റു √3 എന്ന് പറഞ്ഞാൽ 10 ആണ് റേഡിയസ് എങ്കിൽ 10 √3 ആയിരിക്കും എന്ത് വരിക? ആ കോഡിന്റെ ലെങ്ത് വരിക. മറക്കരുത്. അത് 120 ആകുമ്പോൾ റേഡിയസ് ആംഗിൾ 60 ആകുമ്പോൾ ആ ലെങ്ത് ഓഫ് കോഡ് എന്ത് വരും? = റേഡിയസ് ഓഫ് ദി സർക്കിൾ വരും. അതല്ലാത്ത ഈ 60ഉം 120 അല്ലാത്ത വേറെ ഏതെങ്കിലും ആംഗിൾ ആണ് വരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ലെങ്ത് ഓഫ് കോഡ് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. മറക്കരുത്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ള തിയറി. മനസ്സിലായോ? ഇതിന്റെ അടുത്ത വീഡിയോയിൽ ഇതിനെ ബേസ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യനുകളുണ്ട്. ആ ക്വസ്റ്റ്യനുകൾ ചെയ്യുന്നത് എങ്ങനെയാണ് ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചു തരും. ഇവിടെ ആ ഡിവിഷനൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാണ്ട് അത് അടുത്ത വീഡിയോയിൽ എന്ത് ചെയ്യാം? നമുക്ക് എടുക്കാം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതിന്റെ ഒരു നോട്ട് ഞാൻ തരാം. ഈ നോട്ട് ആദ്യം നീറ്റായിട്ട് ഒന്ന് എഴുതി വെക്കുക. അത് എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യനുകൾ ചെയ്യാൻ ശ്രമിക്കാം. ആ ക്വസ്റ്റ്യൻ്റെ ആൻസറുകൾ ഞാൻ എന്ത് ചെയ്യും? പറഞ്ഞുതരും. ഓക്കെ ആണല്ലോ? ഓക്കെ.